بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കണമെന്നും അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആദ്യമായി ഉണർത്തുകയാണ്. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാവരും. റമദാൻ മാസം സമാഗതമായാൽ നമ്മുടെ നാട് അത് ഉണരുകയും റമദാനിനെ പ്രത്യേകമായി വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ നാടും നഗരിയും വീടും കച്ചവട സ്ഥലങ്ങളുമെല്ലാം അതിനുള്ള ഒരുക്കത്തിലാണ്. കച്ചവടക്കാർ റമദാനിന് വേണ്ട പ്രത്യേക വിഭവങ്ങൾ തങ്ങളുടെ കടകളിൽ കൊണ്ടുവന്ന് നിറച്ചിരിക്കുകയാണ്. കൊച്ചു കൊച്ചു കടകൾ മുതൽ സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാളുകളും വരെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. നമ്മുടെ മീഡിയകളും അതുപോലെയുള്ള പുതിയ പുതിയ റമദാൻ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാനലുകൾ റമദാൻ പ്രോഗ്രാമിനെ കുറിച്ച് മാസങ്ങൾക്ക് മുമ്പേ ആലോചിക്കുകയും അതൊക്കെ തയ്യാറാക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും പല ഓഫറുകളും റമദാനിൻ്റെ പേരിൽ നൽകുകയും നൽകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട് റമദാനിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും. ഈ തിരക്കിനിടയിൽ വിശ്വാസികളായ മുസ്ലിങ്ങളായ നാം
പരിശുദ്ധ റമളാനിനെ എങ്ങനെ വരവേൽക്കണമെന്നും സ്വാഗതം ചെയ്യണമെന്നും വേറിട്ടാലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലരുടെയും ഒരുക്കങ്ങൾ പല രീതിയിലും നടക്കുകയാണ്. നമ്മളെങ്ങനെ ഒരുങ്ങണം? മുസ്ലിം വീടുകളിലേക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, നമ്മുടെ വീട്ടിലും അതിനുള്ള ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബിനികൾ, നമ്മുടെ ഉമ്മമാർ, സഹോദരികൾ വീടും അടുക്കളയും പതിവിലധികം വൃത്തിയാക്കി ശുദ്ധീകരിച്ച്, ചിലരൊക്കെ വീട് പെയിൻ്റടിക്കാനും വെള്ളവലിക്കുവാനുമുള്ള സമയങ്ങൾ റമളാനിൻ്റെ മുമ്പിലേക്ക് നീക്കിവെക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പല നാടുകളിലും ഉള്ളതുപോലെ റമളാനിന് മുന്നോടിയായി എല്ലാവരും നനച്ചു കുളിക്കും. അതിൻ്റെ മുമ്പുള്ള കുളികളൊന്നും നനയാത്ത കുളികളാണ് എന്ന് ഇതിനർത്ഥമില്ല. ഒരുക്കങ്ങളാണ്. എല്ലാ അർത്ഥത്തിലുമുള്ള വൃത്തിയുടെയും ശുചീകരണത്തിൻ്റെയും ശുദ്ധിബോധത്തിൻ്റെയും ഒരു പുതിയ ആവേശത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഉണർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇസ്ലാമികമായ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെയാണ്. ശുദ്ധി, വൃത്തി, ശുചിത്വബോധം അതിനെ ഏറെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. മറ്റൊരു മതത്തിലും ഇങ്ങനെ വൃത്തിക്കും ശുദ്ധിക്കും പ്രാധാന്യം നൽകിയത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മളെല്ലാവരും 5 നേരവും അംഗശുദ്ധി വരുത്തുന്നത്. അംഗശുദ്ധി വരുത്താത്തവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ വുളൂ ചെയ്യുന്നു. ഇത് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാകല. വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകാൻ നമ്മൾ ശരിക്ക് കുളിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കൽ കുളി നിർബന്ധമാണ്, വെള്ളിയാഴ്ച. ഒരാൾ മുസ്ലിമാകണമെങ്കിൽ അവൻ പ്രായപൂർത്തിയായ ബോധമുള്ളവനാണെങ്കിൽ ജുമക്ക് പങ്കെടുത്തേ പറ്റൂ, നിർബന്ധമാണ്. ആ സമയത്ത് അവന് കുളിക്കൽ നിർബന്ധമാണ്, വെള്ളം ഉപയോഗിക്കാൻ അവന് വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ. നോക്കൂ നിങ്ങൾ, ഇസ്ലാം വുളൂ ചെയ്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാനിതാ സാക്ഷ്യപ്പെടുത്തുന്നു, ഞാൻ അതിന് സാക്ഷിയാണ്. മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതനാണ് എന്നതിന് ഞാൻ സാക്ഷിയാണ്. പിന്നീട് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. അല്ലാഹുവേ, എന്നെ നീ നിന്നിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. വജഅൽനി മിനൽ മുതതഹിരീൻ, എന്നെ നീ ജീവിതത്തിൽ ശുദ്ധി, വൃത്തി, ശുചിത്വബോധം അത് സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്നവരിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അകവും പുറവും ശുദ്ധമായി തീരണം എന്നാണ് ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നതും നമ്മെ ബോധ്യപ്പെടുത്തുന്നതും. നമുക്കറിയാം, ശാരീരികമായ ശുദ്ധി, ബാഹ്യമായ ശുദ്ധി അതിനേറെ പ്രോത്സാഹനം നൽകുന്നു ഇസ്ലാം എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുവചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അത്ത്വഹൂറു ശത്റുൽ ഈമാൻ വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അത്ത്വഹൂർ, ശുദ്ധി, ശുചിത്വബോധം, ശത്രുൽ ഈമാൻ, നിങ്ങൾ ഉൾക്കൊണ്ട വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഈമാനുണ്ടോ നമ്മൾ ശുദ്ധരായിരിക്കും. ബാഹ്യമായ ശുദ്ധി നമ്മൾ വരുത്തിയിരിക്കും. ശരീരം ശുദ്ധമാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് വൃത്തിയുള്ളതാണ്. നമ്മൾ അണിഞ്ഞ ചെരുപ്പ് അത് അശുദ്ധിയിൽ നിന്ന് മുക്തമാണ്. നമ്മുടെ നഖങ്ങൾക്കിടയിൽ പോലും മാലിന്യങ്ങൾ ഉണ്ടാവില്ല. കാരണം ആഴ്ചയിൽ ഒരിക്കൽ എന്തായാലും നമ്മൾ നഖം മുറിക്കേണ്ടവരാണ്. നമ്മുടെ മീശ നമ്മുടെ ചുണ്ടിലേക്ക് താഴ്ന്നു വരില്ല. കാരണം മീശ
ശരിപ്പെടുത്തൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇഅ്ഫുൽ ലിഹാ വഖസ്സു ശവാരിബ്, താടിരോമങ്ങളെ നിങ്ങൾ വെറുതെ വിടൂ, നിങ്ങളുടെ മീശ നിങ്ങൾ വെട്ടി ശരിപ്പെടുത്തൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കക്ഷത്തിൽ നിന്നും ഗുഹ്യസ്ഥാനത്ത് നിന്ന് പോലും അസുഖകരമായ ഗന്ധമുണ്ടാവില്ല. അവിടെയൊക്കെ ശുചിത്വബോധം, വൃത്തിബോധം നമ്മൾ പാലിക്കുന്നു. എല്ലാം ചെറുതും വലുതുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ശുദ്ധിബോധം നോക്കൂ നിങ്ങൾ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 നേരം അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടാൻ വേണ്ടി അവൻ അംഗശുദ്ധി വരുത്തുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അവന്റെ മനസ്സിന്റെ തേട്ടം ഈ ശുചിത്വബോധം, തമ്പുരാനെ എന്റെ ജീവിതത്തിൽ നീ എന്നെന്നും നിലനിർത്തേണമേ എന്നാണ്. നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നമ്മൾ പെരുമാറുന്ന സ്ഥലം, നമ്മുടെ വീട്, നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ, ഇതെല്ലാം ശുദ്ധിയുള്ളതാകണം, വൃത്തിയുള്ളതാകണമെന്നാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു പനിയെ പറ്റിയുള്ള ഭീതിയിലാണ് നമ്മളെല്ലാം. സർക്കാരുകളും ആരോഗ്യ പ്രവർത്തകരുമൊക്കെ അതിനെ പ്രതിരോധിക്കാൻ, ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെ വന്നു, എന്തുകൊണ്ടുണ്ടായി, ജനങ്ങൾക്ക് എന്തിനാലാണ് ഈ ഭീതിയൊക്കെ ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. ഏതായാലും രോഗങ്ങൾ വരുമ്പോൾ മനുഷ്യരായ നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ബോധവാന്മാരാകും. രോഗം വന്നാൽ ചികിത്സിക്കണം. രോഗം വരുന്നതിന് മുമ്പുള്ള പ്രതിരോധ നടപടികളാണ് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ കാണേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ശാസ്ത്രത്തിൽ നിന്നല്ല, നമ്മുടെ മതാധ്യാപനങ്ങളിൽ നിന്ന് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഭീതിയോടുകൂടി കാണുന്ന ഈ പന്നിപ്പനി, വൈറസ് രോഗങ്ങൾ, എന്ത് ബാക്ടീരിയയാകട്ടെ വൈറസ് ആകട്ടെ, എന്ത് പരത്തുന്ന രോഗങ്ങളാണെങ്കിലും ഡോക്ടർമാർ പറയുന്നത് എന്താണെന്നോ, ഇത്തരം രോഗങ്ങൾ പടരാതിരിക്കാൻ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം 2-3 തവണയെങ്കിലും നിങ്ങൾ കയ്യും കാലും മുഖവും നന്നായി കഴുകണമെന്നാണ്. നിങ്ങളുടെ മൂക്കിലും ചെവിയിലുമൊക്കെ വെള്ളം ചേർത്ത് കഴുകിയാൽ വളരെ നന്നായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളോട് പറഞ്ഞു. 5 നേരവും നിങ്ങൾ അംഗശുദ്ധി വരുത്തണം. അംഗശുദ്ധി വരുത്തുന്നതിലെ വുദൂഇന്റെ സുന്നത്തുകൾ വിശദീകരിക്കവേ പല കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ മുഖം കഴുകുമ്പോൾ മുഖം കഴുകുന്നതിനോട് കൂടെ തന്നെ നിങ്ങളുടെ മൂക്കിലേക്ക് അല്പം വെള്ളം ചേർത്ത് അത് കഴുകി വൃത്തിയാക്കണമെന്ന്. കാരണം എന്താ? നമ്മൾ ശ്വസിക്കുന്ന വായു, ഈ രോഗങ്ങളെല്ലാം പല രീതിയിൽ പകരുന്നുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ തുപ്പിക്കളയുന്ന നമ്മുടെ തുപ്പലുകൾ, നമ്മൾ കാർക്കിച്ച് തുപ്പുന്ന നമ്മുടെ കഫം പോലെയുള്ള നമ്മുടെ വിസർജ്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ, ഇത് മുഖേനയൊക്കെ രോഗം പകരാൻ സാധ്യതയുണ്ട്. ഇതിന്റെയൊക്കെ മര്യാദകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. എവിടെ? പരലോകത്ത്. ഓരോ മനുഷ്യനും ബോധത്തോടുകൂടി ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിനെല്ലാം ഈ ഭൗതികമായി അവന് പിടിപെടാനിരിക്കുന്ന, ബാധിക്കാനിരിക്കുന്ന ഒരുപാട് രോഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അവന് രക്ഷ എന്നതിലുപരിയായി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കതിന്റെ പ്രതിഫലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഭൗതികമായ ശുദ്ധിയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നോമ്പ് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഈ ഭൗതികമായ ശുദ്ധിയെ കുറിച്ചുള്ള ചിന്ത എമ്പാടും ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യൻ എപ്പോഴും മനുഷ്യനെ മനുഷ്യനാക്കേണ്ടത് അവന്റെ ആത്മീയമായ ശുദ്ധിയാണ്, അവന്റെ ആന്തരികമായ ശുദ്ധിയാണ്. അഹ്സിൻ ഇലന്നാസി തസ്തഅബിദു ഖുലൂബഹും ഫത്വാല മസ്തഅബദൽ ഇൻസാന ഇഹ്സാനു. ഇഹ്സാൻ എന്ന ഒരു ഭാഗം മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലുണ്ട്. ഇഹ്സാൻ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതാണ്. വളരെ പ്രസിദ്ധമായ ഒരു തിരുവചനമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ശുഭ്ര വസ്ത്രധാരിയായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികത്ത് വന്നിരുന്നു. പ്രവാചകന്റെ അരികത്ത് ചാരെ, പ്രവാചകനെ ചാരിയിരുന്നു.
റസൂലിന്റെ കാലിന്റെ തുടയോട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തുട ചേർത്തി വെച്ചുകൊണ്ടാണ്, അടുത്തിരുന്നു കൊണ്ടാണ് ചോദ്യവും ഉത്തരവും, ഇസ്ലാമിനെ കുറിച്ചുള്ള സംസാരവും. മൽ ഇസ്ലാം, മൽ ഈമാൻ, മൽ ഇഹ്സാൻ, മത്തസ്സാഅ. അത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, മത്തസ്സാഅ, അന്ത്യദിനം എപ്പോഴാണ്? 4 ചോദ്യമാണ്. ഈ 4 ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് നിർവചനം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് എന്താണെന്നോ? മൽ ഇഹ്സാൻ, എന്താണ് സുകൃതം, എന്താണ് സുകൃതം? അൽ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കാണുന്നുണ്ടെന്ന പോലെ അവനെ ആരാധിക്കലാണ്. നമ്മൾ അല്ലാഹുവിനെ കണ്ടിട്ടില്ല. ഫഇൻ ലം തകുൻ തറാ, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക, അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാകണം എന്നതാണ്. ഈ ബോധം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ ആ ബോധമാണ് അവനെ കൊണ്ട് സുകൃതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. അമലുസ്വാലിഹാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനാകാനും നിരതനാകാനും ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഇഹ്സാൻ എന്നതിനെ കുറിച്ചുള്ള ഈ ബോധമാണ്. പടച്ചവൻ എന്നെ കാണുന്നുണ്ട്, ഞാൻ എന്റെ ദൗത്യം, എന്റെ ധർമ്മം എന്റെ ജീവിതത്തിൽ നിർവഹിക്കണം. അത് എത്ര ചെറുതായാലും വലുതായാലും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം, നമ്മുടെ വസ്ത്രം, നമ്മൾ കിടക്കുന്നിടം, നമ്മൾ പെരുമാറുന്നിടം, നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നമ്മുടെ ശരീരത്തിന്റെ ഓരോ മുഖമൂലകളും നിങ്ങൾ എങ്ങനെ വൃത്തിയാക്കണം, ശുചീകരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. അതിന്റെ കൈഫിയത്ത് വരെ. ലോകത്ത് ഏതൊരു മതമാണുള്ളത് വൃത്തിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത്? അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുകയുണ്ടായി, അത്ഹൂറു ശത്റുൽ ഈമാൻ, നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാനിന്റെ, വിശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട ഭൗതികമായ ഈ ബാഹ്യമായ ശുദ്ധി എന്ന്. അതിന്റെ ഭാഗമായാണ് നമ്മുടെ നനച്ചുകുളി. നമ്മുടെ വീടൊക്കെ നമ്മൾ വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റ് അടിച്ച് റമദാൻ സ്വീകരിക്കുന്നത്. പക്ഷേ അതിൽ മാത്രം നമ്മൾ നിർത്തിക്കൂടാ. സുകൃതം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആത്മീയമായ ഒരു ശുദ്ധീകരണം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. മനസ്സിനെ ശുദ്ധീകരിക്കാൻ എന്തുണ്ട് വഴി? മനസ്സ് എപ്പോഴും അതിൽ അഴുക്കുകൾ പുരളാൻ സാധ്യതയുണ്ട്. മനുഷ്യന്റെ മനസ്സ്, ഖൽബ്, അത് ഇളകിമറിയുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹ്മാനായ തമ്പുരാൻ മനുഷ്യരുടെ മുഴുവൻ മനസ്സുകളെയും അവന്റെ വിരൽത്തുമ്പുകൾക്കിടയിൽ ഖൽബിൻ വാഹിദ്, ഒരൊറ്റ മനസ്സ് പോലെ, ഹൃദയം പോലെ അവൻ പിടിച്ചിരിക്കുകയാണ്. യുസരിഫുഹാ ഹൈസു യശാ, അവൻ ഉദ്ദേശിച്ച പോലെ അവൻ അതിനെ മാറ്റിമറിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സരിഫ് ഖൽബി അലാ തുഅതിക്. ഹൃദയങ്ങളെ കൈകാര്യം ചെയ്യുന്നവനായ തമ്പുരാനെ, എന്റെ മനസ്സിനെ നിനക്ക് കീഴ്പ്പെട്ട്, നിനക്ക് വിധേയനായി, നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നീ പാകപ്പെടുത്തേണമേ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ മനസ്സിനെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന പ്രാർത്ഥന. മനസ്സ് മാറും. തെറ്റ് ചെയ്താൽ അതിലൊരു കറ പുരളും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്യുന്ന ഓരോ തെറ്റുകളും ഓരോ കറുത്ത പാടുകളായി, ഓരോ കറുത്ത പുള്ളികളായി അവരുടെ വെളുത്ത മനസ്സിൽ പതിയുന്നു. അങ്ങനെ അത് കറ പുരണ്ട ഖൽബുകളായി, മനസ്സുകളായി മാറുന്നു. ഈ പാപങ്ങളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ എന്തുണ്ട് വഴി? ഈ കറകൾ കഴുകിക്കളയാൻ എന്ത് ശുദ്ധീകരണത്തിന് ആവശ്യമായ വസ്തുവാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനും അത് നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഒന്നാമതായി അത്തൗബ, പശ്ചാത്താപം.
ചെയ്ത തെറ്റ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള അള്ളാഹുലേക്കുള്ള പശ്ചാത്താപത്തോടുകൂടി നിങ്ങൾ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നതാണ്. റമദാൻ വരുമ്പോൾ പരിശുദ്ധ റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. എല്ലാ കൊല്ലവും പറയുന്ന ഒരു സാധാരണ പറച്ചിൽ എന്ന നിലക്കല്ല നമ്മൾ ഇതിനെ കാണുന്നതും പറയുന്നതും. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഈ ജിദ്ദയിൽ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ളവർ, നമുക്ക് അടുത്ത വേണ്ടപ്പെട്ടവരായ സ്നേഹിതന്മാർ, കൂട്ടുകാർ, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവർ, കഴിഞ്ഞ കൊല്ലം എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ച് ഇസ്ലാഹി സെന്ററിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു മഹല്ല് യോഗത്തിൽ നോമ്പിനെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ ആ മഹല്ലിന്റെ മുഴുവൻ സംഘാടനത്തിൽ, മഹല്ലുകാരെ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം നൽകിയ ആള് ഇന്നില്ല. ഈ കൊല്ലം അയാൾ എന്നെ നോമ്പ് തുറക്കാൻ വിളിക്കില്ല. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കഴിഞ്ഞ റമദാനിൽ ഇനി അടുത്ത റമദാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. തലേന്ന് രാത്രി വരെ അദ്ദേഹം ജിദ്ദയിലെ പൊതുപ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു നാളെ ഈ നേരമാകുമ്പോൾ ഞാൻ ഖബറിന്റെ അടിയിലായി ആകേണ്ട ആളാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. ഒരു റമദാൻ വന്നാൽ വിശ്വാസികളായ നമ്മൾ സന്തോഷിക്കണം. എന്തുകൊണ്ട്? എനിക്കൊരവസരം കിട്ടിയിരിക്കുന്നു എന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ, പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ മാസത്തിൽ അത് പഠിക്കാൻ, അത് കേൾക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ഖുർആനിന്റെ ആശയങ്ങളെ കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ കേട്ടാൽ കൂലി കിട്ടുന്ന, പാരായണം ചെയ്താൽ കൂലി കിട്ടുന്ന, ചിന്തിച്ചാലും ആലോചിച്ചാൽ പോലും പ്രതിഫലം കിട്ടുന്ന വേറെ ഏത് ദിവ്യ സൂക്തങ്ങളാണുള്ളത്? വേറെ ഏതൊരു കിതാബാണ്, ഗ്രന്ഥമാണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനെ അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീതമായ ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. അത് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിന് സ്വാഗതം ചെയ്യണം? ആഘോഷങ്ങളാണ് എല്ലായിടത്തും, ആഘോഷങ്ങൾ. നമ്മൾ ആഘോഷിക്കേണ്ടത് എന്തിന്റെ പേരിലാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ സന്തോഷിക്കേണ്ടത് എന്തിന്റെ പേരിലാണ്? ഫൽയഫ്റഹു എന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ചാണ്. നമ്മൾ അതിന്റെ അനുയായികളായി എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേക്ക് കയറിപ്പോകുന്ന രംഗം ഹദീസ് ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സാധാരണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ഉണ്ടാകാത്ത വിധം പ്രവാചകൻ മിമ്പറിന്റെ 3 പടികളിലും വെച്ച് ആമീൻ പറഞ്ഞു. അതിലൊരു കാര്യം വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നോ, ഈ ആമീൻ ചൊല്ലിക്കഴിഞ്ഞു നബി മിമ്പറിൽ നിന്നിറങ്ങി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് ചോദിച്ചു, അല്ല റസൂലേ, സാധാരണ നിങ്ങൾ ഇങ്ങനെ ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ മിമ്പറിൽ കയറാറുള്ളത്, എന്തേ ഇതിന്ന് ഇങ്ങനെ? വല്ല പുതിയ വർത്തമാനങ്ങളും ഞങ്ങൾക്ക് തരാനുണ്ടോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അന്ന ജിബ്രീല അലൈഹിസ്സലാം ജാഅ ഇലയ്യ, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അരികിൽ വന്നു. ഫഖാൽ, എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ അദ്റകഹു ശഹ്റ റമളാൻ, ആർക്കെങ്കിലും തന്റെ ജീവിതത്തിൽ പരിശുദ്ധ മാസമായ റമളാൻ സമാഗതമായാൽ, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് അവന്റെ പാപങ്ങൾ അവന് പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. ഫഅബഅദഹുല്ലാഹ്, അല്ലാഹു അവനിൽ നിന്ന് ഈ വ്യക്തിയെ അകറ്റും. ഖുൽ, നീ പറയുക ആമീൻ, ഈ പ്രാർത്ഥനയ്ക്ക് നീ ആമീൻ എന്ന് പറയുക. അങ്ങനെയാണ് ഞാൻ ആമീൻ പറഞ്ഞത്. റമളാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. റമളാൻ വന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത ഒരവസ്ഥ ഒരാൾക്കുണ്ടാവുകയാണെങ്കിൽ അവൻ തുലയട്ടെ. നാശം, സർവനാശം,
തുലഞ്ഞു പോകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് മറ്റൊരു റിവായത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഗൗരവം നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരമാണിത്. യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുലേക്ക് നിഷ്കളങ്കമായി ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്തു മടങ്ങുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതിക്കും, നിങ്ങളുടെ രക്ഷിതാവ് നാഥൻ നിങ്ങളുടെ പാപങ്ങൾ മറച്ചു വച്ചേക്കാം. യുകഫിറ അൻകും സയ്യിആതിക്കും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന അവന്റെ സ്വർഗലോകത്തേക്ക് നിങ്ങൾ അവൻ പ്രവേശിപ്പിച്ചേക്കാം. യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹ്, അല്ലാഹു തന്റെ നബിയെയും നബിയുടെ കൂടെ വിശ്വസിച്ചവരെയും നിന്ദ്യരാക്കാത്ത ദിവസമാണത്. വിശ്വാസികളെയും പ്രവാചകന്മാരെയും അല്ലാഹു നിന്ദിക്കാത്ത ദിവസം. യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹ് നൂറുഹും യസ്ആ ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ കർമ്മങ്ങളുടെ വെളിച്ചം അവരുടെ വലതു ഭാഗത്തേക്കും മുൻഭാഗത്തേക്കും പ്രഭ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. വെളിച്ചം ആവശ്യമുള്ള ദിവസമാണെന്ന്. അന്ത്യദിനത്തിൽ നമ്മെ കൂരാകൂരിരുട്ടത്ത് ആർക്കും ആരെയും കാണാത്ത വിധം നമ്മുടെ കാലുകൾ എടുത്തു വെക്കാൻ നമ്മുടെ മുമ്പിൽ പോലും നമുക്ക് വെളിച്ചമില്ലാത്ത ഒരു സന്ദർഭം, മുടിനാരിഴ പോലെയുള്ള പാലത്തിലൂടെ ഈ കൂരാകൂരിരുട്ടത്ത് നടന്നു പോകേണ്ട സന്ദർഭം, വാളിനേക്കാൾ മൂർച്ചയുള്ള ആ പാലത്തിലൂടെ സിറാത്തിലൂടെ നടന്നു പോകേണ്ട സന്ദർഭം. വെളിച്ചം ശരിക്ക് കിട്ടണമെങ്കിൽ ശുദ്ധമായ വെളുവെളുത്ത മനസ്സോടുകൂടി നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇഹ്സാൻ, സുകൃതം. വെളിച്ചം നൽകപ്പെട്ട ആളുകൾ പോലും പറയും റബ്ബനാ യഖൂലൂന റബ്ബനാ അത്മിം ലനാ നൂറനാ, നാഥ ഞങ്ങളുടെ വെളിച്ചം നീ പൂർത്തിയാക്കി തരണമേ, ഞങ്ങൾക്ക് കാണാൻ ശരിക്ക് കാണാൻ വെളിച്ചം പൂർത്തിയാക്കി തരണമേ എന്ന് പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ കൂടെ വിശ്വസിച്ചവരും പറയുന്ന ദിവസം. ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅഹ്, അല്ലാഹു വിശ്വസിച്ചവരെയും നബിമാരെയും അന്ന് നിന്ദിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ പടച്ചോൻ നിന്ദിക്കുന്ന കുറെ ആൾക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. അന്ത്യദിനത്തിൽ നോക്കുക നിങ്ങൾ, പ്രവാചകന്മാരുടെ പ്രാർത്ഥന, വിശ്വാസികളുടെ പ്രാർത്ഥന ഉദ്ധരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ പടച്ചോനെ നീ എന്നെ നിന്ദ്യനാക്കരുതേ, എന്നെ നീ മോശക്കാരനാക്കരുതേ, വഷളാക്കരുതേ തമ്പുരാനെ. ഖിസ്യ് എന്താണെന്നറിയാമല്ലോ? നിന്ദ്യത, വഷളത്തരം, ആളുകൾക്ക് മുമ്പിൽ മോശമാവുക, നമ്മൾ ചെറുതാവുകയും. പടച്ചോനോട് അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് അതാണ്. റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ സമ്പാദ്യമോ എത്രയെത്രയാണ് ഞങ്ങൾ സമ്പാദിച്ചു കൂട്ടിയത്, ഒന്നും നോക്കാതെ, ഹക്കും ബാത്തിലും നോക്കാതെ, ധർമാധർമ്മങ്ങൾ പരിഗണിക്കാതെ, ആരാന്റെ അന്യന്റെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് എത്ര നമ്മുടെ സ്വത്ത് കൂമ്പാരമായി കുന്നുകൂട്ടി. ഇതൊന്നും ഉപകരിക്കില്ല, നമ്മുടെ മക്കൾ ഉപകരിക്കില്ല. എന്തല്ലാതെ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, എല്ലാ പോരായ്മകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും ശുദ്ധമായ അന്യൂനമായ സുരക്ഷിതമായ വെളുവെളുത്ത മനസ്സിന്റെ ഉടമയായി പടച്ചതമ്പുരാന്റെ തിരുസന്നിധിയിൽ എത്തിയവനല്ലാതെ രക്ഷയില്ല. ഈ മനസ്സിനെ വെളുപ്പിക്കുക, മനസ്സിനെ ശുദ്ധമാക്കുക, അതിനുള്ള ഇബാദത്താണ് നോമ്പ്. നോമ്പ് കൊണ്ട് കഴിയുന്നത്ര മറ്റൊരു ഇബാദത്ത് കൊണ്ടും മനുഷ്യന്റെ മനസ്സിന്റെ പാപക്കറകളെ കഴുകിക്കളയാനാവില്ല, അതിനെ വൃത്തിയാക്കാൻ കഴിയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ തിരുവചനങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണിത്? നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണം,
പരലോകത്ത് നമ്മൾ വഷളാകാതിരിക്കണം. റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റുസുലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നതാണ്. തമ്പുരാനെ, നീ നിന്റെ പ്രവാചകന്മാർക്കെല്ലാം വാഗ്ദാനം ചെയ്ത, കരാറ് ചെയ്ത ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം ഞങ്ങൾക്ക് നൽകണമേ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഞങ്ങളെ നീ നിന്ദിക്കരുതേ തമ്പുരാനെ. പ്രവാചകന്മാരുടെ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന പ്രത്യേകമായി വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ച, വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്. അതിന് എന്ത് വേണം? നമ്മുടെ പാപങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയണം, തൗബ ചെയ്യണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹ്, ജനങ്ങളെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി 100 മറ. ഒരു ദിവസം ഞാൻ 100 തവണ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. നമ്മളിൽ ആര് ഇത് ചെയ്യുന്നു? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയാണ് ഇത് പറയുന്നത്. കഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും ഒക്കെ പൊറുക്കപ്പെട്ട മഅസൂമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളായ പാപങ്ങൾ സംഭവിച്ച, ചെറുതും വലുതുമായ കുറ്റങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, സബഉൽ മൂബിഖാത്തിന് വരെ ചിലപ്പോൾ ജീവിതത്തിൽ അത് ചെയ്യേണ്ടി വന്ന, അതിലകപ്പെട്ട അങ്ങനെയുള്ള പാപങ്ങളുടെ പടുകുഴിയിൽ മലർന്നടിച്ചു വീണ മനുഷ്യന്മാർ ഇല്ല. അവർക്ക് രക്ഷയുടെ മാർഗം, കവാടം അതാണ് പരിശുദ്ധ റമദാൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. തൂബു ഇലല്ലാഹ്. തൗബ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി, ഷർത്തുകളായി പണ്ഡിതന്മാർ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനുമായി ബന്ധപ്പെട്ട പാപമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അവൻ ചെയ്യുന്ന പാപത്തെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുക, അത് ചെയ്യൽ നിർത്തുക. ചെയ്തു പോയതിൽ അവന് നല്ല ഖേദവും ദുഃഖവും ഉണ്ടാവുക. മൂന്നാമത്തേത് ഒരിക്കലും ഞാൻ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് ശപഥം ചെയ്യുക. പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആണയിടുക, തീരുമാനിക്കുക, ദൃഢപ്രതിജ്ഞ. ഇനി ഞാൻ ഒരിക്കലും പടച്ചോനെ ആ തെറ്റ് ചെയ്യില്ല. ചെയ്ത തെറ്റിൽ ദുഃഖമുണ്ടാവുക, തെറ്റിൽ നിന്ന് അവൻ മോചിതനാവുക. പടച്ചോനോട് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ ഇത്ര ഇഷ്ടമുള്ള ഒരു സംഗതി വേറില്ല. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത്ര പടച്ചോൻ സന്തോഷിക്കുന്ന മറ്റൊരു കാര്യവുമില്ലെന്നാണ്. യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. നിങ്ങൾ നിഷ്കളങ്കമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. പടപ്പുകൾ തമ്മിലുള്ള സംഗതിയാണെങ്കിലോ അത് നേരത്തെ നിങ്ങൾ കൊടുത്തും പറഞ്ഞുമൊക്കെ തീർക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ ഇടപാടുകളാണെങ്കിൽ, ആർക്കെങ്കിലും ആരിൽ നിന്നെങ്കിലും നമ്മൾ സ്വത്ത് അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സ്വത്ത് ആരാന്റേത് അന്യായമായി അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അയാളോട് പൊരുത്തപ്പെടാൻ പറയണം. അതിനുശേഷം പടച്ചവനോട് ദുആ ചെയ്യുക, തൗബ ചെയ്യുക. നമ്മൾ ആരുടെയെങ്കിലും അതിര് തിരക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുരയിടം 10 സെന്റും 15 സെന്റും അത്രയ്ക്കുള്ളൂ. ഇപ്പം കൂടുതലുള്ള ആൾക്കാർക്കുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അതിര് തിരക്കി ആരാന്റത് വല്ലതും നമ്മുടേതാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടുകൊടുത്തതിന് ശേഷം പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങുക. നിങ്ങളുടെ നാവ് കൊണ്ട്, നിങ്ങളുടെ വാക്കുകൊണ്ട് ഏതെങ്കിലും സഹോദരനെ അപമാനിതനാക്കിയിട്ടുണ്ടെങ്കിൽ, അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സഹോദരന്റെ മനസ്സിൽ നമ്മുടെ വാക്കുകൊണ്ട് മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, മാപ്പ് ചോദിച്ചുകൊണ്ട്, അവനെ കൊണ്ടും ഈ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാൻ എനിക്ക് അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവനെ ബോധ്യപ്പെടുത്തി നമ്മൾ ഇത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്യണം.
ഇതിനൊക്കെ മനുഷ്യന് മടിയായിരിക്കും. നമ്മൾ ആരോടെങ്കിലും പിണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ പിണക്കം തീർക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദിവസത്തിലധികം ഒരാൾ മറ്റുള്ള ആളോട് പിണങ്ങി നിൽക്കാൻ പാടില്ല, തെറ്റി നിൽക്കാൻ പാടില്ല. കാരണം എന്താണോ, എല്ലാ ആഴ്ചകളിലും 2 ദിവസം നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ് വമാ കാനൂ മുൻദിരീൻ, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്യുകയാണ്. ആർക്ക് വേണ്ടി കരഞ്ഞില്ല? ഫിറഔനും കിങ്കരന്മാരും മൂസാ നബി അലൈഹിസ്സലാമയുടെ പിന്നാലെ പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഇതാ മൂസാ നബി അലൈഹിസ്സലാം തന്റെ വടി കൊണ്ട് ചെങ്കടലിനെ അടിക്കുന്നു. 2 ഭാഗത്തേക്കും അതിലെ തിരമാലകൾ, വെള്ളം പർവ്വത സമാനം മാറി നിൽക്കുന്നു. അവർക്ക് നടന്നു പോകാൻ ഒരു വലിയ രാജവീഥി പടച്ചതമ്പുരാൻ, ത്വരീക്കൻ യബ്സ, ഉണങ്ങിയ ഒരു രാജവീഥി പടച്ചതമ്പുരാൻ ഒരുക്കി കൊടുക്കുന്നു. അവർ രക്ഷപ്പെടുന്നു. ഇത് കണ്ട് ഫിറഔനും പട്ടാളക്കാരും മൂസാ നബി അലൈഹി സ്വലാമയുടെ പിന്നാലെ. അവർ നടുവിലെത്തിയപ്പോൾ പർവ്വത സമാനം മാറി നിന്ന ഈ കടൽ വെള്ളം അവരെ ആകെ വിഴുങ്ങിക്കളയുന്നു. അവർ ഫഖാന മിനൽ മുഗ്റഖീൻ, അവൻ മുങ്ങി മരിച്ചവരിൽ പെട്ടുപോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ സംഭവം ഇങ്ങനെ വിശദീകരിച്ചതിന് ശേഷം ഖുർആൻ പറയാ ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോൾ കൂടെ ഇരുന്ന ആളുകൾ ചോദിച്ചു, ആകാശവും ഭൂമിയും കരയുമോ? ആകാശവും ഭൂമിയും കരയുമോ? അലി റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അതെ, ആകാശവും ഭൂമിയും കരയും. ഓരോ വിശ്വാസികളും അവർ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളെയും, നമ്മൾ ഉരിയാടുന്ന ഓരോ നല്ല വാക്കുകളും അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ട്. ഓരോരുത്തരുടെയും വാക്കുകളും അമലുകളും ഉയർന്നു പൊങ്ങുന്ന ഓരോ വഴികൾ ഈ വാനലോകത്തുണ്ട്. നമ്മുടേതായ വഴികൾ ഈ വാനലോകത്തുണ്ട്. നമ്മൾ സുജൂദ് ചെയ്യുന്ന, നമ്മുടെ സുജൂദിന് സാക്ഷ്യം വഹിച്ച ഭൂമി, മണ്ണ്, നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണ്, ഭൂമി. നമ്മൾ മരിച്ചാൽ ഒരു വിശ്വാസിയുടെ വിയോഗത്താൽ ഈ ദുനിയാവിൽ നിന്ന് അവൻ വേർപിരിയുമ്പോൾ ഈ ഭൂമി തേങ്ങും. എന്നെ സാക്ഷി നിർത്തി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന്റെ ഈ അടിമ ഇനിയില്ലല്ലോ. ആകാശം തേങ്ങിക്കരയും. നമ്മൾ പോകുന്ന, നമ്മുടെ കർമ്മങ്ങൾ പോകുന്ന വഴികൾ എന്നാണ് അലി റളിയല്ലാഹു അൻഹു അതിന് വിശദീകരണം നൽകിയത്. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഒരാഴ്ചയിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് 2 ദിവസം ഉയർത്തപ്പെടും. എല്ലാ വ്യാഴാഴ്ചകളും എല്ലാ തിങ്കളാഴ്ചകളിലും അള്ളാഹു അത് സ്വീകരിക്കും. അള്ളാഹുവിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത, സഹീഹായ ഹദീസിൽ വന്നത്, അള്ളാഹുവിൽ ഒരിക്കലും പങ്കു ചേർക്കാത്ത, ശിർക്ക് ചെയ്യാത്ത വ്യക്തികളുടെ കർമ്മങ്ങൾ പടച്ചതമ്പുരാൻ സ്വീകരിക്കും. അള്ളാഹു അതിനെ സ്വീകരിക്കുന്നു. ചില വ്യക്തികളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ മാറ്റിവെക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ മാറ്റിവെക്കപ്പെടുന്നത് ആരാണ്? പ്രവാചകൻ പറഞ്ഞു, 2 വ്യക്തികൾ, അവർക്കിടയിൽ പകയുണ്ടെങ്കിൽ, മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ, അവർ പിണക്കത്തിലാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങൾ എനിക്ക് വേണ്ട, സ്വീകരിക്കപ്പെടാതെ വെക്കും. തിങ്കളാഴ്ച ഇത് ഉയർത്തപ്പെടുന്നു. ചൊവ്വ, ബുധൻ, വ്യാഴം, 3 ദിവസം. വ്യാഴാഴ്ചയും ഇത് സമർപ്പിക്കുന്നു. വെള്ളി, ശനി, ഞായർ 3 ദിവസം. തിങ്കൾ, എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും. ഒരാഴ്ചയിൽ 3 ദിവസത്തിലധികം പിണങ്ങരുതേ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ പഠിച്ചവൻ സ്വീകരിക്കപ്പെടാതെ പോകുന്നു. ഇങ്ങനെയുള്ള ഒരു മനസ്സുമായി നമ്മൾ നോമ്പ് നോറ്റിട്ടെന്താ? ഇങ്ങനെയുള്ള ഒരു മനസ്സുമായി നമ്മൾ
സക്കാത്ത് കൊടുത്തിട്ടെന്താ, ഹജ്ജ് ചെയ്തിട്ടെന്താ, നമസ്കരിച്ചിട്ടെന്താ? മനസ്സ് മാറണ്ടേ? അതല്ലേ ശുദ്ധീകരിക്കേണ്ടത്? എങ്ങനെയാണ് വഷളാവുക അന്ത്യദിനത്തിൽ? റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, നാഥ അന്ത്യദിനത്തിൽ എന്നെ നീ നിന്ദ്യനാക്കരുതേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കൽ സഹാബത്തിനോട്, ഹൽ തദ്റൂന മനിൽ മുഫ്ലിസ്, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് പാപ്പരായവൻ, ഒന്നുമില്ലാത്തവൻ, നിസ്വൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാ, പൈസ ഇല്ലാത്തവൻ, ദിർഹമും ദീനാറും ഇല്ലാത്ത ആളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ തൊലഞ്ഞവൻ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമ ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്. നമ്മൾ മനസ്സിരുത്തി ഉൾക്കൊള്ളേണ്ട ഒരു തിരുവചനമാണ്. എന്നാൽ എന്റെ ഉമ്മത്തിലെ പാപ്പരായ വ്യക്തി ആരാണെന്നോ, അന്ത്യദിനത്തിൽ അവൻ എന്റെ അരികിൽ വരുന്നു. അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, അവൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ വയഅതി വഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തതോടൊപ്പം അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന വ്യക്തിയെ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, വൃത്തികെട്ട വാക്കുകൾ, മനുഷ്യരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന സംസാരം. വഖദഫ ഹാദാ, മറ്റൊരാൾക്കെതിരിൽ ദുരാരോപണം നടത്തിയിട്ടുണ്ട്. വഅകല മാല ഹാദാ, വേറൊരാളുടെ സ്വത്ത് അവൻ അപഹരിച്ച് തിന്നിട്ടുണ്ട്. വസഫക ദമ ഹാദാ, വേറൊരാളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. വലറബ ഹാദാ, മറ്റൊരാളെ അടിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതോടൊപ്പം സക്കാത്തുണ്ട്, നോമ്പുണ്ട്, സദക്കുണ്ട്, എല്ലാം ഉണ്ട്. ഉംറ ആഴ്ചയിൽ ചെയ്യുന്നുണ്ട്. കൊല്ലത്തിൽ ഇടക്കിടക്കൊക്കെ കഴിയുമെങ്കിൽ ഹജ്ജിനും പോകുന്നുണ്ട്. സൽക്കർമ്മങ്ങളിലെല്ലാം അവനുണ്ട്, എല്ലാറ്റിലും അവനുണ്ട്, നിറഞ്ഞു നിൽക്കുന്നു, സജീവം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്നാൽ ഇവന് കൂലി കൊടുക്കാൻ വേണ്ടി പടച്ചവൻ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ചുറ്റും വേറെ കുറെ ആളുകൾ വരും. ഈ ആളുകളെല്ലാം കൂടി വരുന്നു. എന്നിട്ടോ ഫയുഅ്ത ഹാദാ മിൻ ഹസനാതിഹി, ഓരോരുത്തരെയും പറ്റുകാരെ പിരിച്ചുവിടണ്ടേ? നിസ്കാരം എടുത്ത് കൊടുക്കും. നമ്മൾ ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, അവന് നമ്മുടെ നിസ്കാരം എടുത്ത് കൊടുക്കും. ഫർള് നിസ്കാരം കൊണ്ട് മതിയാവൂല, സുന്നത്ത് കൊടുക്കും. സുന്നത്ത് കൊണ്ടും തീരൂല, ഖിയാമുൽ ലൈൽ ഉണ്ടാകും, അത് എടുത്തു കൊടുക്കും. വഅകല മാല ഹാദാ, വേറൊരാളുടെ സ്വത്ത് അപഹരിച്ചെടുത്തിട്ടുണ്ട്. അപഹരിച്ചെടുത്ത സ്വത്ത് ഇവിടുന്ന് തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ആരുടെയെങ്കിലും സ്വത്ത് മോഷ്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ കൊടുത്തു തീർക്കുക. ഒരു ദീനാറും ദിർഹമും നിങ്ങളുടെ കയ്യിലില്ലാത്ത, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് നിങ്ങൾ കടം വീട്ടേണ്ടി വരും. ആ ദിവസം വരുന്നതിന് മുമ്പ് ഇതാ നിങ്ങൾ ഇതെല്ലാം തീർത്തുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. മനസ്സ് ശുദ്ധമാക്കേണ്ടത് അങ്ങനെയാണ്. മനസ്സ് ശുദ്ധമാക്കേണ്ടത് അങ്ങനെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നു, ഫയുഅ്ത മിൻ ഹാദാ മിൻ ഹസനാതി, നമ്മുടെ ഹസനാത്തൊക്കെ ഇങ്ങനെ തീർന്നു പോയാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫർള് നോമ്പ് റമദാൻ മാസം ഓർമ്മ വെച്ച മുതലൊക്കെ നമ്മൾ നോമ്പ് നോൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് ചെയ്യാം? എന്റെ 20 സെന്റ് സ്ഥലത്തിൽ 2 സെന്റ് എന്റെ അയലോക്കക്കാരന്റെ ഞാൻ വെയിന് തിരക്കിണ്ടാക്കിയതാണ്. എന്റെ 1/2 ഏക്കർ പാടം, പറമ്പ്, വയല്, അതിൽ ഞാൻ വരമ്പ് തുരന്നുണ്ടാക്കിയതാണ്. എങ്ങനെയാ അത് വീട്ടുക? നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്. ഒരു ദീനാറും നമ്മുടെ കയ്യിൽ അന്ന് ഉണ്ടാവുകയില്ല. ശരിക്കും മനസ്സ് ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ തട്ടിയ നോമ്പാണ് നമ്മൾ നോൽക്കുന്നതെങ്കിൽ ഇതാ കടമിടപാടുകളെ കുറിച്ച് ബോധവാന്മാരാവുക, സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ച് ബോധവാന്മാരാവുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ,
ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റഖഅ ഔ ഇസാറുൻ ഫൗക കഅബി സാഖി മിൻഹു റഫഅ ഔ ജബീനുൻ ലാഹ ഫീഹി ആസറുൻ ഖദ് ഖുലിഅ വലദ ദിർഹമി ഫൻദുർ ഗയ്യഹു ഔ വറഅ. ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ മൂപ്പരുടെ ഭക്തിയിൽ വഞ്ചിതനാകരുത് എന്ന് പറഞ്ഞ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഖമീസുൻ റഖഅ, കണ്ടം വെച്ച കുപ്പായം. എന്തൊരു ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. വളരെ ലളിതമായ വസ്ത്രധാരണ രീതി. ഔ ഇസാറുൻ ഫൗക കഅബി സാഖി മിൻഹു റഫഅ, നെരിയാണിക്ക് മുകളിൽ കയറ്റി ഉടുത്ത അദ്ദേഹത്തിന്റെ തുണി വസ്ത്രം. ഔ ജബീനുൻ ലാഹ ഫീഹി അസറുൻ ഖദ് ഖുലിഅ, നമസ്കാരത്തഴമ്പ് തുറിച്ചു നിൽക്കുന്ന തിളങ്ങുന്ന നമസ്കാരത്തഴമ്പുള്ള നെറ്റിത്തടം. ഇതൊന്നും കണ്ട് നിങ്ങൾ വഞ്ചിതരാകണ്ട. പിന്നെ വലദ ദിർഹം, പണത്തിന്റെ ദിർഹമിന്റെ അരികിൽ വരുമ്പോ നോക്കണം. ഗയ്യഹു ഔ വറഅ, അവന്റെ ഗയ്യ് ഭക്തി, അവന്റെ വിഭക്തി, അവന്റെ സൂക്ഷ്മതാബോധവും അവന്റെ ദുഷ്ടമനസ്ഥിതിയും പണത്തിന്റെ അരികിൽ. സക്കാത്ത് കൊടുക്കണോർത്ത് നോക്കി നിങ്ങൾ എത്ര താല്പര്യം ഉണ്ടാകും. സ്വതക്ക കൊടുക്കുന്നോർത്ത് നോക്കി. നോമ്പ് എന്ന് മുതൽ നമ്മൾ കണക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 2 കലണ്ടറും വെച്ച് നോക്കുകയാണ്. നേർക്ക് നേരെ കണ്ടെന്നാണ് നോമ്പ്. ബൈനോക്കുലറുണ്ട് നോക്കാന്നപ്പോ അങ്ങനെ കണ്ടാൽ എന്താകും വരിക, നോമ്പിനെ കുറിച്ച്, പെരുന്നാൾ എന്നാകും എന്നൊക്കെ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നിസ്കാരത്തിനെ പറ്റി ഒരു തർക്കവും സംശയം നമുക്ക് ആർക്കുമില്ല. സക്കാത്തിന് പറയാൻ തുടങ്ങിയാൽ എല്ലാവർക്കും പറയാൻ തുടങ്ങിയ മുതൽ സംശയം. അത് തീരുമില്ല. കാരണം എന്താ, കൊടുത്ത് ശീലാണ്. കൊടുത്തിങ്ങനെ ശീലിച്ച ആൾക്കാർക്ക്, കണക്കൂട്ടി കൊടുത്ത ആൾക്കാർക്ക് പിന്നെ സംശയം ഉണ്ടാവില്ല അതിൽ. അപ്പോ മറ്റുള്ളവരുടെ സ്വത്ത് നമ്മുടെ സ്വത്തുമായി കൂടിക്കലരാതിരിക്കുക, മനസ്സ് ശുദ്ധമാവുക. ഇനി നിന്ദ്യത, അന്ത്യദിനത്തിലുള്ള നിന്ദ്യത, ഖിസിയ്, അള്ളാന്റെ റസൂൽ വിശദീകരിച്ചു തന്നു. ഈ കർമ്മങ്ങളെല്ലാം ചെയ്ത് പരലോകത്തെത്തിയിട്ട് ഈ ആളുകൾക്കൊക്കെ നമ്മുടെ സൽക്കർമ്മങ്ങൾ വീതിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടും അത് തീർന്നിട്ടില്ല, പറ്റുകാര് ബാക്കിയാണ്. വേറെ ആളെ കൊന്നിട്ടുണ്ട്, രക്തം ചിന്തിയിട്ടുണ്ട്, സ്വന്തം മക്കളെ വധിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവർക്ക് എങ്ങനെ കൊടുക്കും? അപ്പൊ എന്തു ചെയ്യും? ഇവനെ വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ കാത്തു നിൽക്കുന്ന ആളുകളുടെ തിന്മകൾ പഠിച്ചവൻ എടുത്തിട്ട് അവരുടെ ഭാരം കുറക്കും. അവരുടെ തെറ്റുകൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇയാളുടെ മേലിൽ ചുമത്തും. പടച്ചതമ്പുരാൻ നീതിമാന. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു? ഫതുരിഹത് അലൈഹി സുമ്മ തുരിഹ ഫിന്നാർ, അവൻ വലിച്ചെറിയപ്പെടും, നരകത്തിൽ അവൻ വലിച്ചെറിയപ്പെടും. ഇവനാണ് ഒന്നുമില്ലാതെ തുലഞ്ഞവൻ, എന്റെ ഉമ്മത്തിൽ തുലഞ്ഞവൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് സർവശക്തനായ തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 19 പേരുകളുണ്ട്. അന്ത്യദിനത്തിന് 19 പേരുകൾ. മുഫസ്സിറുകൾ ഇത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നോ, വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട, മനസ്സിരുത്തി ആലോചിക്കേണ്ട അന്ത്യദിനത്തെ കുറിച്ച് പരാമർശിച്ച പേരെന്താണെന്നോ, യൗമുത്തഗാബുൻ. ഓരോ വ്യക്തിക്കും അവന്റെ നഷ്ടം വെളിപ്പെടുന്ന ദിവസമാണത്. ഓരോരുത്തർക്കും അവന്റെ നഷ്ടം അന്ന് ബോധ്യപ്പെടുമെന്നാണ്. യൗമ യജ്മഉകും ലിയൗമിൽ ജംഅ ദാലിക യൗമുത്തഗാബുൻ. അല്ലാഹു നിങ്ങളെയെല്ലാം, എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന അന്ത്യദിനത്തിൽ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ആ ദിവസത്തിലാണ് ഓരോരുത്തർക്കും അവരുടെ നഷ്ടം ബോധ്യപ്പെടുക, വെളിപ്പെടുക എന്ന്. എന്തിനെ കുറിച്ചൊക്കെയുള്ള നഷ്ടം? പടച്ചോനെ, അന്നൊരു റമദാൻ എനിക്ക് കിട്ടിയിട്ടത് ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ. ഒരു റമദാൻ മാസം എന്റെ മുമ്പിൽ വന്നിട്ട് നീ ഇറക്കി തന്ന ഖുർആൻ ഒരു തവണ പോലും എനിക്ക് പാരായണം ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്താ തിരക്കാണ് എല്ലാവർക്കും, ഒഴിവില്ലേ?
നമുക്ക് എന്തിനൊക്കെ ഒഴിവുണ്ട് നോക്ക് നിങ്ങൾ. നമ്മുടെ കണ്ണുകൾ കാണുന്നത്, നമ്മുടെ കാതുകൾ കേൾക്കുന്നത്, നമ്മുടെ മനസ്സുകൾ വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത് നല്ലതാണോ? നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണോ? നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നതാണോ? പരമാവധി ആരാധനകളിൽ വ്യാപൃതരാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. റമളാൻ 1 തുടങ്ങുമ്പോൾ ശഅബാൻ മാസത്തെ പോലെ തന്നെ ഒരു മാസം ജോലി സമയമൊക്കെ മാറിയിട്ടുണ്ട്. ഭക്ഷണ രീതിയിൽ കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നതൊഴിച്ച് മറ്റൊരു മാറ്റവും, ഉറക്കത്തിന്റെ സമയം കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് എന്നതൊഴിച്ച് മറ്റൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ ഓർക്കുക, യൗമുത്തഗാബുൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആ ദിവസം നമുക്ക് നഷ്ടബോധം ഉണ്ടാകാത്ത ഒരവസ്ഥ വരാൻ നമ്മൾ കാര്യമായ മുന്നൊരുക്കങ്ങൾ നടത്തണം. ഖുർആൻ അവതീർണമായ മാസം, നിന്ന് നമസ്കാരത്തിന്റെ മാസം, പാപമോചനത്തിന്റെ മാസം, തൗബയുടെ മാസം, ദാനധർമ്മങ്ങളുടെ മാസം, കുടുംബ ബന്ധങ്ങൾ ചാർത്തുന്നതിന്റെ മാസം, സുഹൃതങ്ങൾ എമ്പാടും അതിരും എതിരുമില്ലാതെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വ്യക്തിയിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ മുഴുവനായി നിറഞ്ഞു നിൽക്കുന്നു. നോമ്പ് നോൽക്കുന്നവരിൽ മാത്രമല്ല, നോമ്പില്ലാത്തവരിൽ പോലും. മുസ്ലിങ്ങൾ നോമ്പനുഷ്ഠിച്ചാൽ മുസ്ലിങ്ങൾ അല്ലാത്തവരിൽ പോലും ഈ മഹത്തായ ആരാധനയുടെ സ്വാധീനങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വിശ്വാസമില്ലാതെ തന്നെ നോമ്പനുഷ്ഠിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ ചിലപ്പോൾ അതുകൊണ്ട് കാണുന്നത് നോമ്പ് നോറ്റ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ശാരീരികമായ ആരോഗ്യപരമായ നേട്ടമായിരിക്കാം. പടച്ചോൻ നമുക്ക് നൽകുന്ന ഒരു അനുഗ്രഹം മാത്രമാണ്. ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി നമ്മളാരും നോമ്പ് നോൽക്കുന്നില്ല. ആത്മീയമായ പോഷണമാണ് നോമ്പിലൂടെ നമ്മൾ നേടേണ്ടത്. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. അതിനുള്ള അവസരങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുങ്ങുക, നമ്മൾ ഹോംവർക്ക് ചെയ്യുക. ഒരു പുതിയ പരിപാടി, പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാറില്ല. എൻ്റെ ആദ്യത്തെ 10 എങ്ങനെയാകണം, എൻ്റെ നടുവിലത്തെ 10 എങ്ങനെയാകണം, എൻ്റെ അവസാനത്തെ 10 എങ്ങനെയാകണം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ രാവും പകലും, അതിൽ രാത്രിക്ക് എന്തവകാശമാണ് നമ്മൾ നൽകുന്നത്, പകലിൽ എന്തവകാശം നമ്മൾ നൽകുന്നുണ്ട്. സ്വന്തത്തോടുള്ള കടമകൾ, കുടുംബത്തോടുള്ള കടമകൾ, അയൽവാസിയോട് ബന്ധുക്കളോടുള്ള കടമകൾ, സമൂഹത്തോടുള്ള കടമകൾ എല്ലാം ആലോചിക്കാനും ചെയ്യാനും ഉണരാനും ഉള്ള പുണ്യങ്ങളുടെ വസന്തകാലം എന്നൊക്കെ നമ്മൾ നന്നാക്കി പറയാറുള്ള ഈ പരിശുദ്ധ മാസത്തെ നമ്മൾ വേണ്ടുന്ന വിധത്തിൽ എതിരേൽക്കുക, വരവേൽക്കുക. സർവശക്തനായ തമ്പുരാൻ അതിന് നമുക്ക് തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. അർഹമുറാഹിമിനായ നാഥ, കരുണാമയനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത അബദ്ധങ്ങൾ നിന്റെ മഹലായ ഫضل കൊണ്ട് നീ ഞങ്ങളോട് പൊറുക്കേണമേ. ഞങ്ങളുടെ വാക്കിനാൽ പ്രവർത്തനങ്ങളാൽ ആർക്കെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ തമ്പുരാനെ അത് നീ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരയണമേ, ഞങ്ങളോട് നീ പൊറുക്കേണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ രക്ഷിതാക്കൾക്കും ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും അവരുടെ പാപങ്ങൾ നീ പൊറുത്തു കൊടുക്കണമേ. അവരുടെ ഖബർ ജീവിതം നീ സന്തോഷകരമാക്കി കൊടുക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൽ നീ റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളിലൂടെയും സന്താനങ്ങളിലൂടെയും ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് വേദന കടിച്ചിറക്കി സഹിക്കാനാവാതെ വേദനയുടെ കാര്യത്തിൽ കഷ്ടപ്പെടുന്ന രോഗികൾ തമ്പുരാനെ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അവരുടെ വേദനകൾ നീ കുറച്ചു കൊടുക്കണമേ തമ്പുരാനെ. അവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ റമളാനിനെ വേണ്ടുന്ന വിധം എതിരേൽക്കാൻ, വരവേൽക്കാൻ ഈ ഒരു മാസകാലം
നിനക്ക് വേണ്ടി നോമ്പനുഷ്ഠിച്ച് രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിച്ച് ഞങ്ങളുടെ രക്ഷാകവചമായി നീ ഞങ്ങൾക്ക് ഇറക്കി തന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പഠിച്ച് ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കുന്ന നിന്റെ സച്ചരിതരായ സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അന്ത്യദിനത്തിൽ തുലഞ്ഞു പോകുന്ന മുഫിലിസ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അത്തരക്കാരിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ നാഥ. നഷ്ടബോധം എല്ലാ മനുഷ്യർക്കും വെളിപ്പെടുന്ന യൗമുത്തഖാബുനിൽ ഞങ്ങളുടെ കർമ്മങ്ങളിൽ ലാഭം കൊയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.